ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു സ്ലോ മോർണിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഞങ്ങളൊരു ജോയിൻറ്റ് ഫാമിലിയാണ്. ആ ജോയിൻറ്റ് ഫാമിലിയിൽ ഞങ്ങളൊരു കുഞ്ഞു റൂമും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പം ലാസ്റ്റ് വരെ കാണാം. ഇന്നൊരു സ്ലോ മോർണിംഗ് വീഡിയോ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പം മോനിക്ക് സ്കൂളും മദ്രസ ഒന്നുമില്ല. അതുകൊണ്ട് ഇന്നൊരു അവൽ കുഴച്ചിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയത്. പിന്നെ എനിക്ക് കുറച്ച് കോൾഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇഞ്ചി ചായയാണ് ഇപ്പോൾ കുടിക്കലുള്ളത്. അപ്പോൾ പെട്ടെന്ന് അതുണ്ടാക്കി പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ചായ കുടിച്ചിട്ട് എനിക്ക് കുറച്ച് പണികളുണ്ട് ചെയ്യാൻ റൂമിൽ. എൻ്റെ എന്താ പറയുക, നമ്മൾ സാധനങ്ങളൊക്കെ വെക്കുന്ന സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് റാക്കില്ല. അപ്പം അതുകൊണ്ട് താഴെ ബെഡിൻ്റെ അടിയിലാണ് സ്റ്റോറേജ് ഏരിയ ആയിട്ട് വരുന്നത്. അപ്പം എൻ്റെ TTCക്ക് ഞാൻ പഠിച്ചിരുന്ന കുറച്ച് എന്താ പറയുക റെക്കോർഡ്സും കാര്യങ്ങളും വർക്ക്സൊക്കെ ടീച്ചിങ് പ്രാക്ടീസിന് ചെയ്ത വർക്ക്സും കാര്യങ്ങളൊക്കെ ഈ ബോക്സിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പം അത് കുറച്ച് പൊടിയൊക്കെ പിടിച്ച് ഇപ്പം കുറേ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാതെ ഇരിക്കുന്ന സംഭവങ്ങളാണല്ലോ. കുറേയൊക്കെ ഞാൻ വർക്കിന് പോയ സമയത്ത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളാണ് ഇതിലുള്ളത്. അതുകൊണ്ട് കുറച്ചൊക്കെ മോനിക്ക് ആവശ്യം വരുന്നതൊക്കെ എന്നാൽ എനിക്ക് വീട്ടിൽ നിന്നൊക്കെ ചെയ്ത് പ്രാക്ടീസൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ പുറത്തേക്ക് എടുത്ത് വെക്കാം, ബാക്കിയൊക്കെ ഒന്ന് തുടച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത്. അതിൻ്റെ ഇടയ്ക്ക് ഒട്ടകപ്പക്ഷിൻ്റെ ഫെദറാണ് കേട്ടോ. അത് ഞാൻ മിനിയൂട്ടിയിൽ പോയിട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. അവരോട് പെർമിഷൻ ചോദിച്ചിട്ട് അവരെടുത്ത് തന്നതാണ്. അതുമാത്രമല്ല ഒരുപാട് ഫെദേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഏരിയയിൽ വെള്ളം വരുന്നത് ഒരു ദിവസം നേരത്തെയും ഒരു ദിവസം അതായത് ഒരു 9 മണിക്കാണെങ്കിൽ പിറ്റേ ദിവസം 10:30 അങ്ങനെയാണ് കേട്ടോ വരാറുള്ളത്. അതിൻ്റെ മുന്നേ ഈ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിക്കണം. പിന്നെ അതെല്ലാം ഓരോ വർക്ക്സാണ്. നമ്പർ വീൽ, അതുപോലെ ഒറിഗാമീസ്, ആൽഫബറ്റ്സ് ഒക്കെ എല്ലാം അതിലുണ്ടായിരുന്ന വർക്കാണ് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയ. നമ്മളൊരു അത്രയും വർഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓരോന്ന് ചെയ്ത് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ പഴയ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പം അതിൽ കുറേ നേരം അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്ത് പോവുമല്ലോ. അപ്പം ഞാനും മോനും കൂടി അതിൽ കുറച്ച് നേരം ഇങ്ങനെ കളിക്കുകയാണ്. ലഞ്ച് നെയ്ച്ചോറും കോഴിക്കറിയാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് അതിന് മുന്നേ ക്ലീനിങ് പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നിൽക്കാമല്ലോ. എൻ്റെ ഫേവറേറ്റ് വർക്കാണ് കേട്ടോ. ഞാൻ ട്രെയിനിങ്ങിന് പോയ സമയത്ത് നമുക്ക് ഹെൽത്തി ഫുഡും അൺഹെൽത്തി ഫുഡും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ക്യാവിറ്റി വരുന്നതൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു സംഭവമായിരുന്നു. ഒരു സ്റ്റോറിയൊക്കെ മേക്ക് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ടാണ് കുട്ടികൾക്ക് ആ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുത്തത്. ഈ TTCക്കോ എന്തെങ്കിലും BEdനോ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്താണ്. ഏതായാലും ക്ലീൻ ചെയ്യല്ലേ, അപ്പോൾ അങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അത്. പിന്നെ നമ്മുടെ റൂമാണല്ലോ നമ്മുടെ കംഫർട്ട് സോണിൽ. അതെപ്പോഴും അലങ്കോലമായി കിടന്നാൽ നമുക്കൊരെപ്പോഴും നെഗറ്റീവ് എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഷെൽഫും കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസമായി ഇങ്ങനെ ഒരു മെസ്സി ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക എന്നുള്ളത്. ഓഫീസ് റൂമായിരുന്നു കേട്ടോ. ഞങ്ങളെ കല്യാണത്തിൻ്റെ സമയത്താണ് ഇതൊരു റൂമായിട്ട് ഷിഫ്റ്റ് ചെയ്തത്. ഇതിൽ കട്ടിലും കാര്യങ്ങളൊക്കെ റൂമിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടാണ് കേട്ടോ പണി കഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തിരിക്കാനും ഒന്നും മറിക്കാനും ഒന്നും കഴിയൂല. അൽമാര നമുക്ക് ചെരിച്ചൊക്കെ വെക്കാം, പക്ഷെ നമ്മളെ ഷെൽഫ് അത് കവറായി പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സാധനങ്ങൾ എടുക്കാനും ഒന്നും സ്പേസ് ഉണ്ടാവില്ല. പിന്നെ മെയിനായിട്ട് വരുന്നത് നമ്മൾ സ്റ്റോറേജ് സ്പേസ് നമ്മളെ ബെഡിൻ്റെ അടിയിലാണ് കേട്ടോ. ഇതായിട്ട് റൂം മേക്ക് ഓവറൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പെയിൻറ്റും കാർട്ടണൊക്കെ ചേഞ്ച് ആക്കിയിട്ട്. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.